സ്ലീവ് ആണ് വരുന്നത്. അടുത്ത് സ്ലീവ് ആണ് 0 to 1. സ്ലീവ് ലെങ്ത് എനിക്ക് 6 ഇഞ്ചാണ്. അതിലൂടെ 1/2 ഇഞ്ച് ഷോൾഡറും തമ്മിൽ കൂട്ടിയടിക്കാനും 1 ഇഞ്ച് അടിവശം മടക്കി അടിക്കാനാണ്. അപ്പൊ എനിക്ക് 7.5 ഇഞ്ച് എനിക്ക് കിട്ടി. അടുത്ത് 0 to 2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ ടോപ്പിന്റെ ബാക്ക് പാർട്ടിലെ ആം ഹോൾ കർവ് എത്രയാണോ എന്ന് അളന്ന് നോക്കാം. അതിന് 1 ഇഞ്ച് കുറയ്ക്കുക. എനിക്ക് ആം ഹോൾ കർവ് അളന്നപ്പോൾ 9.1 കിട്ടി. അതിന്റെ 1 ഇഞ്ച് കുറച്ചപ്പോൾ 8.1. അതാണ് 0 to 2 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 2 to 3 സ്ലീവ് ഡെപ്ത് ആണ്. സ്ലീവ് ഡെപ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 3 കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ സ്ലീവിന്റെ ഇറക്കം, സ്ലീവ് ലെങ്ത് 6 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ ഹാഫ് സ്ലീവ് ആണ് ചെയ്യുന്നത്. അതോടുകൂടി ഞാൻ 4 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 7 ഹാഫ് സ്ലീവ്, അതുപോലെ തന്നെ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 8 എൽബോ സ്ലീവ്, ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 9 3/4 സ്ലീവ്, ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 10 ഫുൾ സ്ലീവ് എന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതനുസരിച്ച് നിങ്ങൾ അടയാളപ്പെടുത്താം. അടുത്തത് 0 to 4 ഇവിടെ 1 ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത്. 3 to 5 1 ഇഞ്ച് തന്നെ. അടുത്ത് 1 to 6 സ്ലീവ് റൗണ്ട്. നിങ്ങൾ എന്തോരാണ് ഇറക്കെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അളവ് വേണം എടുക്കാനായിട്ട്, റൗണ്ട് എടുക്കാനായിട്ട്. അപ്പൊ 9.25 കിട്ടി. 9.25 ഡിവൈഡ് ബൈ 2 ചെയ്ത് അപ്പൊ 4.8 കിട്ടി. അതിലൂടെ 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസ്. നമ്മൾ ബോഡി പാർട്ടിൽ എങ്ങനെയാണ് സീം അലവൻസ് ലൂസും കൊടുത്തേക്കണേ അതനുസരിച്ച് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കണേ. അങ്ങനെ എനിക്ക് 6.3 കിട്ടി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു.